ഹായ് നമസ്കാരം, എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്തായാലും ഈ വർഷം നിങ്ങൾ പഠിച്ച് എഴുതിയിരിക്കേണ്ട വളരെ നല്ലൊരു ജോലിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൃത്യമായ ഒരു പ്ലാനോട് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് എക്സാം കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 7 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് എക്സാം നടക്കും. എക്സാം കഴിഞ്ഞ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ എന്താണ് നമുക്ക് ജോലിയിലേക്ക് കയറാനായിട്ടും പറ്റുന്ന, വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് അതുപോലെ ജോലിയിലേക്ക് കയറാനൊക്കെ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോലിയുടെ അവസരമാണ് കേരള ഹൈക്കോടതിയുടെ കീഴിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പൊ ഈ ഒരു പോസ്റ്റിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതായത് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടക്കാനുള്ള സാധ്യത എപ്പോഴാണ്, തുടങ്ങിയ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമല്ല, ബൈ ആനുവലിയാണ് എക്സാം എന്ത് ചെയ്യുന്നത്, ഇവര് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേട്ടിട്ടുള്ള PSC എക്സാമിന് പുറകെ മാത്രം പോകുമ്പം ഒരുപാട് പേര് കേൾക്കാതെ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേരള ഹൈക്കോടതിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാം അപ്ലൈ ചെയ്യും, പിന്നെ എക്സാം ഡേറ്റ് വരുന്ന ടൈമിലായിരിക്കുമോ ഇങ്ങനെ ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പോലും പലരും മനസ്സിലാക്കുന്നത്. നമ്മുടെ സിലബസ് വൈസ് നോക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടല്ല, നമ്മളൊരു 5 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും അതിൽ ജൂറിഡിസ്ട്രിക്ഷന്റെ അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ ലീഗലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ് ആണെങ്കിലും അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു ഏരിയയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുവാണെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും, ഒബ്ജക്റ്റീവ് വളരെ ഒരു 45% മതി നമുക്ക് ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോൾ, അതായത് സെക്കൻഡ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ചെക്ക് ചെയ്യണമെങ്കിൽ. അപ്പൊ ആ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ആ എക്സാം ഇന്റർവ്യൂയോടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് 2024 വന്നിരിക്കുന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, വളരെ ഫാസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2024 വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിലവില് ഇവിടെ നമുക്ക് 4 വേക്കൻസി നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 41 അത് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇത് നമ്മൾ 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 വേക്കൻസീസ് അല്ല, അതിൽ കൂടുതലുമുള്ള ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കയറാൻ പറ്റുന്ന പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് 2024 ഏകദേശം എനിക്ക് തോന്നുന്നു എന്നല്ല, മാർച്ച് 2024 ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി എക്സാം റിലീസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഏകദേശം, അതായത് അതിന് മുൻപ് നമുക്ക് ജൂലൈ മാസത്തിലായിരുന്നു, ജൂലൈ മാസം 2024 അന്നത്തെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ജൂലൈ മാസം 2024 ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തിന് മുൻപ്, 3 to 4 മന്തിന് മുൻപായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് മുൻപ് തന്നെയായിരുന്നു, മീൻസ് 3-4 മാസം മുൻപാണ് പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ വന്ന് ഏകദേശം 7 മാസം കഴിഞ്ഞിട്ടാണ്, അതായത് ഒക്ടോബർ മാസം 27-ാം തീയതിയായിരുന്നു നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ്, അഥവാ നമുക്ക് മോർണിംഗിലെ ഒബ്ജക്റ്റീവ് സെഷനും ഡിസ്ക്രിപ്റ്റീവ് സെഷൻ അതിനുശേഷമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 7 മാസത്തോളം നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. ഈ 7 മാസത്തോളം നമ്മൾ എത്രമാത്രം കൃത്യമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ പഠിച്ചു പോകുന്നുണ്ടോ, അതനുസരിച്ച് നമുക്ക് ജോലിയിലേക്ക് കയറാനായിട്ടുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മൾ നോർമൽ PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ബിക്കോസ് നമുക്ക് 50 മാർക്ക് അവിടെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് വരുന്നത് ഇംഗ്ലീഷിനാണ്. അതുപോലെ വെറും 40% മാത്രമാണ് നമുക്ക് GK പാർട്ടിന് വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ മാർക്കിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ PSC വെച്ച് നോക്കുമ്പം നെഗറ്റീവ് മാർക്കിങ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 0.25 ആണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് PSC പരീക്ഷകളിൽ 3 എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് കുറയെങ്കിൽ ഇവിടെ നമുക്ക് 4 എണ്ണം തെറ്റുമ്പോഴാണ് 1 മാർക്ക് അവിടെ കുറഞ്ഞു വരുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്താണ്, തീർച്ചയായിട്ടും ഒരു എക്സാം ക്ലിയർ ചെയ്യാം. പക്ഷെ ഇതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിന് മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന ഒരു 7 മന്ത്
മുന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടൈം പീരീഡ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ ജൂലൈ മാസത്തോട് കൂടിയിട്ട് ഇപ്പൊ നമുക്ക് PSCയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആണ്. അത് നിലവിൽ കാലാവധി തീരുന്ന ടൈമിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് തീർന്നാലും നമുക്ക് ആ ഒരു 1 ഇയർ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ അന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നവരൊക്കെ ഓൾറെഡി ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ കയറിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അടുത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ ഏകദേശം ഇങ്ങനെ പറയുന്ന ജൂലൈ മാസത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നെന്ന് പറഞ്ഞെങ്കിൽ പോലും അവസാനം എന്നിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എത്രമാത്രം ഒഫീഷ്യലി സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എനിവേ ഞാൻ പറയുകയാണ്, നല്ല രീതിയിൽ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷയ്ക്ക് കയറാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്കറിയാം ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് ഒരു 50% മാർക്കുള്ള ആർക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഈ ഒരു പരീക്ഷ ഞാൻ പറഞ്ഞ പോലെ മുൻപ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ എക്സാം നടന്നു. ഇനി അതിനുശേഷം റിസൾട്ട് വന്ന് ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ടാണ് കേട്ടോ. ഫെബ്രുവരിയിൽ ഇതിന്റെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി റാങ്ക് ലിസ്റ്റ് പൊതുത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ 8 കൂടിയിട്ടായിരുന്നു എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, ഏപ്രിൽ 2025 കൂടിയിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ന്യൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാസമാണ്, ജൂലൈ മാസം 2026 ഇപ്പോൾ ഓൾമോസ്റ്റ് കുറെ പേർക്ക് തന്നെ എന്ത് വന്നിട്ടുണ്ട്, അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ, അതായത് എക്സാമിന് ഒരു 7 മാസം അല്ലെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് 3 മാസം മുൻപാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ജൂലൈയിൽ വരുന്നതിനുള്ള സാധ്യത നമുക്ക് വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ കൂടി ഈ വർഷം എന്തായാലും ഒരു ഡിസംബറിനുള്ളിൽ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSC ലെവൽ ക്ലാസ്സസ് ഡെഫിനറ്റ്ലി പോകേണ്ടി വരും. ബിക്കോസ് നമുക്ക് ഇവിടെ മാത്സ് 10 മാർക്കിന്റെ മാത്സിന്റെ ഏരിയ വരുന്നുണ്ട്. ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലൈക്ക് ഹിന്ദു വൊക്കാബുലറിയോട് കൂടിയിട്ട് തന്നെ നമുക്കുള്ള വൊക്കാബ്സും ലീഗൽ ടേംസും ഒക്കെ ഒന്ന് പരിചയപ്പെടണം. അതിന് നമുക്ക് പരിചയസമ്പന്നരായ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്നവരും എഫിഷ്യൻസി ഉള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രിലിംസ് കം മെയിൻസ്, അതായത് ഡിസ്ക്രിപ്റ്റീവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിലിമിനറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നത്. ആൻഡ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് പഠിക്കണമെന്ന്, അത് ഇംഗ്ലീഷിന് നമ്മൾ Day 1 തൊട്ട് നമ്മളൊരു 100 ഡേയ്സിലേക്കുള്ള പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. Day 1, Day 2, Day 3, Day 4 അങ്ങനെ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ ഏറ്റവും പുതിയൊരു നെക്സ്റ്റ് ന്യൂ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ AZBയുടെ ഡയറക്റ്റ് ബാച്ച് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് മെന്റർ ഈ നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്ററിനെ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെന്റർഷിപ്പിനോട് കൂടിയിട്ടുള്ള ഹെൽപ്പാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.